ശ്രീരാമന്റെ ജനനം ഒരു ദിവ്യകഥ. നമസ്കാരം. നമ്മുടെ സനാതനധർമ്മത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ അധ്യായങ്ങളിലൊന്നാണ് ശ്രീരാമന്റെ ജനനം. തിന്മയെ ഇല്ലാതെയാക്കി ധർമ്മം പുനഃസ്ഥാപിക്കാൻ ഭഗവാൻ വിഷ്ണു മനുഷ്യരൂപത്തിൽ അവതരിച്ച ആ ദിവ്യ മുഹൂർത്തത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമുക്ക് അയോധ്യയിലേക്ക് പോകാം. ദശരഥന്റെ ആശങ്കയും പുത്രകാമേഷ്ടി യാഗവും. അയോധ്യ ഭരിച്ചിരുന്ന മഹാരാജാവ് ദശരഥൻ ധർമ്മിഷ്ഠനും പ്രജാവത്സലനുമായിരുന്നു. അദ്ദേഹത്തിന് 3 ഭാര്യമാരുമുണ്ടായിരുന്നു: കൗസല്യ, കൈകേയി, സുമിത്ര. രാജ്യവും പ്രജകളും സന്തോഷത്തിലായിരുന്നു. എന്നാൽ ദശരഥ മഹാരാജാവിനെ അലട്ടിയിരുന്ന ഒരു വലിയ ദുഃഖമുണ്ടായിരുന്നു. സന്താന സൗഭാഗ്യമില്ലായ്മയായിരുന്നു അത്. ഒരു പിൻഗാമി ഇല്ലാത്തത് അദ്ദേഹത്തിന് വലിയൊരു ഭാരമായി തോന്നി. ഈ വിഷാദം മാറ്റാൻ ഗുരു വസിഷ്ഠൻ മഹാരാജാവിന് ഒരു ഉപായം നിർദ്ദേശിച്ചു: പുത്രകാമേഷ്ടി യാഗം നടത്തുക. പുത്രഭാഗ്യം ലഭിക്കുന്നതിനായി നടത്തുന്ന ഒരു വിശിഷ്ട യാഗമാണിത്. ദശരഥൻ സന്തോഷത്തോടെ ഈ നിർദ്ദേശം സ്വീകരിച്ചു. യാഗം നടത്താൻ അദ്ദേഹം മഹർഷി ഋഷ്യശൃംഗനെ ക്ഷണിച്ചു. വലിയ ഒരുക്കങ്ങളോടെ പുത്രകാമേഷ്ടി യാഗം ആരംഭിച്ചു. മന്ത്രോച്ചാരണങ്ങളും ഹോമങ്ങളും കൊണ്ട് യാഗശാല മുഖരിതമായി. യാഗത്തിന്റെ അവസാനം അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ട് ഒരു സ്വർണ പാത്രത്തിൽ ദിവ്യമായ പായസവുമായി വന്നു. ദശരഥ, ഈ പായസം നിന്റെ ഭാര്യമാർക്ക് നൽകുക. നിനക്ക് പുത്രഭാഗ്യം ലഭിക്കും. ഇതും പറഞ്ഞ് അഗ്നിദേവൻ അപ്രത്യക്ഷനായി. സന്തോഷം കൊണ്ട് ദശരഥന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം ആ ദിവ്യ പായസം ഭാര്യമാർക്ക് നൽകി. കൗസല്യയ്ക്ക് പകുതിയും കൈകേയിക്ക് അതിൽ നിന്ന് പകുതിയും ബാക്കിയുള്ള പകുതി സുമിത്രയ്ക്ക് 2 തവണയായും നൽകി. ദിവ്യമായ ആ പായസം സേവിച്ചതോടെ മൂവരും ഗർഭം ധരിച്ചു. അങ്ങനെ രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവർ ജനിക്കുന്നു. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിലെ നവമി തീയതിയിൽ പുണർദം നക്ഷത്രത്തിൽ കൗസല്യയ്ക്ക് ശ്രീരാമൻ ജനിച്ചു. സകല ലോകത്തിനും ആനന്ദം നൽകി സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമായി ശ്രീരാമൻ അയോധ്യയിൽ പിറന്നു വീണു. അയോധ്യ മുഴുവൻ ആഹ്ലാദ തിമിർപ്പിലായിരുന്നു. ദേവന്മാരും ഗന്ധർവന്മാരും പുഷ്പവൃഷ്ടി നടത്തി. തുടർന്ന് കൈകേയിക്ക് ഭരതനും സുമിത്രയ്ക്ക് ലക്ഷ്മണനും ശത്രുഘ്നനും പിറന്നു. ധർമ്മത്തിന്റെ 4 തൂണുകൾ പോലെ ആ 4 സഹോദരന്മാർ അയോധ്യയെ പ്രകാശപൂരിതമാക്കി. രാമൻ വിഷ്ണുവിൻ്റെയും, ലക്ഷ്മണൻ ആദിശേഷന്റെയും, ഭരതൻ സുദർശന ചക്രത്തിൻ്റെയും, ശത്രുഘ്നൻ പാഞ്ചജന്യത്തിൻ്റെയും അവതാരങ്ങളാണ്. ഇവർ 4 പേരും പരസ്പരം സ്നേഹിച്ചും ധർമ്മമാർഗത്തിൽ വളർന്നും അയോധ്യയുടെ അഭിമാനമായി മാറി. ശ്രീരാമന്റെ ജനനം ഒരു സാധാരണ സംഭവമായിരുന്നില്ല. ലോകത്തിൽ ധർമ്മം നിലനിർത്താനും അധർമ്മത്തെ ഇല്ലാതാക്കാനും വേണ്ടിയുള്ള ഒരു ദിവ്യമായ പദ്ധതിയുടെ ആരംഭം കൂടിയായിരുന്നു അത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ശ്രീരാമന്റെ മഹത്വം വർണ്ണിക്കാൻ ഈ ചെറിയ സമയം മതിയാവില്ല. ഈ കഥ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ പുരാണ കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.